പെൺകുട്ടി എല്ലാ ദിവസവും രാത്രി 7 മണിയാകുമ്പോൾ പൂച്ചയായി മാറും. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ മാത്രമേ തിരിച്ച് മനുഷ്യനായി മാറാൻ പറ്റുള്ളൂ. കമ്പനിയിൽ ബോസിന്റെ സെക്രട്ടറി ആയിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. അതിനാൽ 7 മണിയാവാൻ പോകുന്നതിന് മുൻപേ അവിടെ നിന്ന് അവൾ വീട്ടിൽ പോവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പേ അവൾ പൂച്ചയായി മാറി. അതിനാൽ വീട്ടിൽ കയറാനും പറ്റിയില്ല. പിന്നീട് ജോലി രാജിവെക്കണോ എന്ന് ആലോചിച്ച് നിന്നപ്പോൾ അവളുടെ മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. പൂച്ചയായി മാറുന്ന ശാപം മാറാൻ വേണ്ടി ആദ്യമായി ഇടപെട്ട ആൺകുട്ടിയെ ചുംബിക്കണമെന്ന്. പക്ഷെ ആ വ്യക്തി അവളുടെ ബോസ് ആയിരുന്നു. ഒരു ദിവസം ബോസിന് റിപ്പോർട്ട് നൽകാനായി ഓഫീസിൽ കയറുമ്പോൾ അയാൾ ഉറങ്ങുമായിരുന്നു. ഇതൊരു നല്ല അവസരമാണെന്ന് കരുതി അവൾ ഉമ്മ വെച്ചു. പക്ഷേ അവൾ പിടിക്കപ്പെട്ടു. ഉടനെ ബോസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് അവൾ കള്ളം പറഞ്ഞു. അവൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു ഈ ശാപം മാറിയെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ആ രാത്രി തലയിൽ രോമം വരുന്നത് പോലെ അവൾക്ക് തോന്നി. ശാപം മാറിയിട്ടില്ല എന്ന് പേടിച്ച് അവൾ മുത്തശ്ശിയെ വിളിച്ച് കാര്യം ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ശാപം മാറാൻ വേണ്ടി അവൾ പൂച്ചയായിരിക്കുമ്പോഴാണ് ഉമ്മ വെക്കേണ്ടത് എന്ന്. പിന്നീട് പൂച്ചയുടെ രൂപത്തിൽ മാറി അവൾ ഒരു സാഹസത്തിന് തീരുമാനമെടുത്തു. ബോസിന്റെ കാറിന്റെ അടുത്ത് പോയി കാത്തിരുന്നു. എന്നിട്ട് ഇത്രയും ക്യൂട്ടായ പൂച്ചയെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചു. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു ബോസിന് പൂച്ചയെ ഭയമായിരുന്നു. അയാൾ മദ്യപിച്ചിരുന്നിട്ടും പൂച്ചയെ അടുത്ത് വരാൻ സമ്മതിച്ചില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ 2 കൈകൾ അവളെ എടുത്തുയർത്തി. ബോസിന്റെ ഇളയ സഹോദരനായിരുന്നു അത്. അയാൾ ബോസിനെ വീട്ടിലെത്തിക്കാൻ വന്നതായിരുന്നു. അയാൾ പൂച്ചയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ മനുഷ്യരൂപത്തിലാകുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പദ്ധതിയിട്ടു. പക്ഷെ അവൾ അറിയാതെ ഉറങ്ങിപ്പോയി.